എല്ലാ കൂട്ടുകാർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് തടി കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഒക്കെയുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ജീരകം വേണം. ചില നാട്ടിലൊക്കെ നല്ല ജീരകം എന്ന് പറയും, ചില നാട്ടിൽ ചെറിയ ജീരകം എന്ന് പറയും. അതായത് നമ്മൾ ചെറിയ ജീരകം വേണം. ഇത് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് 2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളത്തിന് 1 സ്പൂൺ ജീരകം വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വെക്കുക. ഇത് നമ്മൾ തലേന്ന് രാത്രിയിൽ വേണം ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കാൻ. ഇത് തലേന്ന് വെള്ളത്തിലിട്ട ജീരകമാണ്. ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ നിങ്ങൾക്ക് തടി കുറയ്ക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. 1 മാസം നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ 5 മുതൽ 7 കിലോ വരെ വെയിറ്റ് കുറയും. അതായത് നമ്മളെ ചായയിലോ കാപ്പിയിലോ പാലിലോ ജ്യൂസിലോ ഒന്നും കുടിക്കരുത്. പഞ്ചസാര തീർത്തും ഉപയോഗിക്കാതിരുന്നാൽ 5 മുതൽ 7 കിലോ വരെ നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കുറയും. ജീരകവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം. നമുക്ക് ഈ ജീരകവെള്ളം ഒന്ന് അരിച്ചു മാറ്റാം. ഞാൻ തടി കുറയാനുള്ള വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഫാമിലിക്ക് 2 കുട്ടികളടങ്ങുന്ന ചെറിയൊരു ഫാമിലിക്ക് 1 മാസം ആവശ്യമുള്ളത് 6 തേങ്ങയും 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ആവശ്യമുള്ളത്. നമ്മൾ സാധാരണ ഇതിൽ കൂടുതലാണ് ഉപയോഗിക്കുന്നത് ഒരു വീട്ടിൽ. അതിലൊരു ചേഞ്ച് വരുത്തിയാലും നിങ്ങളുടെ തടി കുറയും. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതിലൊരു ചേഞ്ച് ചെയ്താലും തടി കുറയും. നമ്മളുടെ ജീരകവെള്ളം അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് ജീരകവെള്ളത്തിന് 1 സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേനും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ചെറിയ ചൂടോട് കൂടി വേണം നിങ്ങളിത് കുടിക്കാൻ. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ വേണം ഇത് കുടിക്കാൻ. അങ്ങനെ നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ തന്നെ കഴിക്കണം. ഇത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.